ജീവിത ചെലവിനായി കടലിനോട് പടവെട്ടുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. നമുക്കറിയാം, കടുത്ത ചൂടിനിടയിലും എന്തെങ്കിലുമൊക്കെ വലയിൽ തടയുമെന്ന ഒറ്റ പ്രതീക്ഷയിൽ പൊന്നാനിയിൽ നിന്നും നടുക്കടലിൽ പോയ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായത് 2 പേർക്ക്. അബ്ദുൽ സലാമിൻ്റെയും ഗഫൂറിൻ്റെയും ജീവിതത്തിലേക്ക് കപ്പലിൻ്റെ രൂപത്തിലാണ് കാലൻ കടന്നു കയറിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് 6 പേരടങ്ങുന്ന സംഘം പൊന്നാനിയിൽ നിന്നും ഇസ്ലാഹ് എന്ന ബോട്ടിൽ കടലിലേക്ക് പോകുന്നത്. തുടർന്ന് ഇന്ന് പുലർച്ചെ 1:30 കൂടി ബോട്ടിൽ കപ്പൽ വന്നിടിച്ചു. ബോട്ട് 2ആയി പിളർന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് 6 പേരടങ്ങുന്ന സംഘം ഇസ്ലാഹ് എന്ന ബോട്ടിൽ പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയത്. ഇന്ന് പുലർച്ചെ 1:30 സാഗർ യുവരാജ് എന്ന കപ്പൽ ബോട്ടിലിടിച്ചു 2ആയി പിളർന്നു. കപ്പൽ വരുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കപ്പൽ വരുന്ന പൊതുവെ കപ്പലിക്കാർ വരാത്തൊരു ഇതാണത്. അവിടുന്ന് കപ്പൽ വരുന്നപ്പോൾ ഞങ്ങൾ ലൈറ്റും ചാർജൊക്കെ അടിച്ചു കൊടുത്തവർക്ക്. പക്ഷെ അവർക്ക് കണ്ടെന്ന് അറിയില്ല, അത് കരകൊണ്ട് ഒതുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ എണീച്ചിട്ട് കരക്ക് ഒതുക്കിയതാണ്. ഒതുക്കുമ്പോഴത്തേന് ഇത് ഞങ്ങളപ്പോൾ ഒരു പറയണ കപ്പൽ വരുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എണീക്കലും വന്നിടിക്കലും കഴിഞ്ഞ് ഭയങ്കര വരുത്താൻ വന്നത്. വന്നിടിച്ചെടുക്കുന്ന ചെതറിപ്പോയി, ബോട്ട് 2 പൊടിയായി പോയി. പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ന് പുലർച്ചെ 1:30 അപകടം. ബോട്ട് 2ആയി പിളർത്തി കപ്പൽ മുന്നോട്ട് പോയി. നീന്തി അവശനിലയിലായ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദം 200 മീറ്റർ അകലെ നിന്ന് കപ്പൽ ജീവനക്കാരൻ കേട്ടു. 6 പേരിൽ 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികൾ, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലൊടുവിൽ കാണാതായ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ശ്രാങ്ക്, അബ്ദുൽ സലാം, ഗഫൂർ എന്നിവർക്ക് ജീവൻ നഷ്ടമായി. ബോട്ടിന്റെ ഒരു പൊടിയോടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഡൗട്ട് കാരണം അത് കെട്ടിവലിച്ച് നിർത്തിയപ്പോ അണിയത്തെ കള്ളിയിൽ ആള് കിടക്കുന്നുണ്ട്. റോപ്പൊക്കെ ചുറ്റി കിടക്കായിരുന്നു. അപ്പൊ കണ്ടപ്പോ ഞങ്ങള് ബോട്ടിൽ 3-4 പേര് 5 പേര് കൂടിങ്ങാട്ട് ചാടിങ്ങാട്ട് രക്ഷാപ്രവർത്തനം നടത്തി. കവരത്തിയിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ സാഗർ യുവരാജ് എന്ന കപ്പലാണ് അപകടമുണ്ടാക്കിയത്. കപ്പൽ ചാൽ മാറിക്കടന്നാണോ കപ്പൽ എത്തിയതെന്ന് പരിശോധിക്കണമെന്ന് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ കപ്പൽ ചാല് അതിൻ്റെ റൂട്ട് വയലേറ്റ് നടത്തിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളതാണ് ഒരു നിഗമനമുള്ളത്. അത് പരിശോധിക്കേണ്ടി വരും. അവരുടെ ഭാഗത്താണ് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആവശ്യമായ എല്ലാ നഷ്ടപരിഹാരവും, അതുപോലെ തന്നെ മരണം സംഭവിച്ച 2 മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരുടെ കുടുംബത്തിനുള്ള പ്രത്യേക ആശ്വാസ നടപടികൾക്കും വേണ്ടി ഫിഷറീസ് വകുപ്പ് മന്ത്രിയായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യും. കപ്പൽ ജീവനക്കാർക്കെതിരെ ചാവക്കാട് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും IPC 304, 337 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വാടകയ്ക്കെടുത്ത കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കപ്പലാണ് സാഗർ യുവരാജ്. പൊന്നാനി അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ബോട്ട്. മത്സ്യബന്ധന ബോട്ടിനേക്കാൾ 2 ഇരട്ടിയിലധികം വലിപ്പമുള്ള കപ്പലാണ് ബോട്ടിനെ ഇടിച്ചിരിക്കുന്നത്. അലക്ഷ്യമായാണ് കപ്പൽ ഓടിച്ചതെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. സമീർ ബിൻ കരീം, 24, തിരൂർ.